ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഹോൾ വീഡിയോ കണ്ടാലോ. എന്തൊക്കെ വാങ്ങിയെന്ന് കാണാം. അന്ന് ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഒരു ഷോർട്ട് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടോ? നമുക്കങ്ങനെ വേറെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഇതാണ് നമ്മൾ കുറേ ബാഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു ബാഗ് ഇതാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ ക്ലിപ്പ് അങ്ങ് ഇളകിപ്പോയി. അത് നമുക്ക് വെക്കാൻ പറ്റും, അത് പൊട്ടിയതൊന്നും അല്ല, അതിൽ നിന്ന് ഇളകി. അത് വെച്ചിട്ടുണ്ട്. അത് ലൂസായിട്ടിരുന്ന താഴെ തയ്യലൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അതങ്ങനെ നമുക്ക് ഞാൻ തൊട്ടതും അതങ്ങ് ഇളകി. ഞാൻ അവിടെ കാണിച്ചു തരാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. ഈ ബ്ലൂ കളറാണ് എടുത്തത് നമ്മൾ. ഈ ബ്ലൂ കൊള്ളാം, 2 വർഷമൊക്കെ ഇടാം, യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ് സാധനം, നല്ല ക്വാളിറ്റിയാണ്. ഇത് ചുമ്മാ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്, അവിടെ റോയൊന്നുമില്ല, അറയൊന്നും അവിടെ ഇല്ല. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു അറയുണ്ട്. പിന്നെ പ്രീ കെ ജി കൊച്ചിന് ഈ ബാഗിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ആവശ്യമില്ല. പിന്നെ വാങ്ങി, കഴിഞ്ഞ തവണത്തത് പെട്ടെന്ന് പൊട്ടി. ബാഗിനകത്ത് ഡ്രസ്സ് മാത്രം തന്നെ നമ്മൾ കൊണ്ടുപോയി, എന്നാലും കഴിഞ്ഞ തവണത്തെ പെട്ടെന്ന് പൊട്ടിയതുകൊണ്ട് ഇത്തവണ പിന്നെ അതുപോലത്തെ ബാഗ് വാങ്ങാൻ നിന്നില്ല. പൊട്ടിയാൽ പിന്നെ അതിന് തയ്ക്കാൻ കൊടുക്കുമ്പോൾ പിന്നെ ലേറ്റ് ആവുമല്ലോ കിട്ടാൻ. അതുകൊണ്ട് ഇത്തവണ അങ്ങനത്തെ ബാഗ് വാങ്ങാൻ നിൽക്കാതെ ഇതുപോലത്തെ വാങ്ങിയെന്നേ ഉള്ളൂ. ഇതിൽ ഒരു അറയൊക്കെ തന്നെ അവർക്ക് ആവശ്യമുള്ളൂ, കാരണം ബാഗിനകത്ത് ബുക്സൊന്നും കൊണ്ടുപോകണ്ട. ഇവർക്ക് ഒരു ഡ്രസ്സ് എക്സ്ട്രാ വെച്ചിരിക്കണം, അത്ര തന്നെ, വേറെ ഒന്നും വെക്കണ്ട അതിനകത്ത്. പിന്നെ അവൾ സ്കൂളിൽ ഇത് തൂക്കി കൊണ്ടുപോകണം, നമ്മളെ കൊണ്ട് ആയയുടെ കയ്യിലങ്ങ് കൊടുത്താൽ മതി, അവരതങ്ങ് കൊണ്ടുപോകും. അവർ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. അപ്പോൾ അതിന് വേണ്ടി ഈ ബാഗ് മതി, നമ്മൾ കയ്യിൽ കൊണ്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അതിനാണ് ഈ ബാഗ്. നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ വർഷം ഒന്നല്ല, നമുക്ക് എല്ലാ വർഷവും ഉപയോഗിക്കാം, അടുത്ത വർഷം ഉപയോഗിക്കാം. ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത്തവണ വലിയ യൂസ് ഇല്ല അതിനെ കൊണ്ട്. അത് കഴിഞ്ഞ് ബ്രൗൺ പേപ്പറാണ്. ബ്രൗൺ പേപ്പർ ഒരു സെറ്റ് 2 സെറ്റ് നമുക്ക് മതിയായിരുന്നു. പിന്നെ അങ്ങനെ തരൂല അവർ. ഒരു സെറ്റ് 5, ഒരു പാക്കറ്റ് 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഒരുമിച്ച് എടുക്കണം. ഒന്ന് അവിടെ മാറി ഇരിപ്പുണ്ട്. 5 എണ്ണം അതുകൊണ്ട് ഒരുമിച്ച് എടുക്കണം, എങ്കിലേ തരൂ. അങ്ങനെയാണ് നമ്മൾ 5 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരു പാക്കറ്റ്. ഇത് നല്ല ബ്രൗൺ പേപ്പറാണ്, നമ്മുടെ പണ്ടത്തെ സാധാരണ പേപ്പറല്ല, ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിനകത്ത് പൊതിഞ്ഞാൽ വെള്ളം കയറൂല എന്ന് പറഞ്ഞിട്ട് പൊതിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ലഞ്ച് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ലഞ്ച് ബാഗ് ഉണ്ട്, എന്നാലും 2 ബാഗ് മാറി മാറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. ഈ ലഞ്ച് ബാഗ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് വെള്ളം വീണ് സ്ഥിരം വെള്ളമായിട്ട് വരും ലഞ്ച് ബാഗ്. അപ്പോൾ നമ്മൾ പിന്നെ ഉണക്കിയെടുത്ത് അടുത്ത ദിവസം കൊടുത്തുകൊണ്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2 എണ്ണം ഉണ്ടെങ്കിൽ മാറി മാറി യൂസ് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയാണ് ഇത്തവണ പുതിയ ലഞ്ച് ബാഗ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ പോയപ്പോഴേക്കും അവിടുത്തെ കളക്ഷനൊക്കെ കഴിഞ്ഞിരുന്നു. 2 മാസം മുന്നേ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാക്സിമം എല്ലാ സ്റ്റോക്കും കഴിഞ്ഞ്. ഇതൊരു സ്നാക്ക് ബോക്സാണ്. ഇത് BPA ഫ്രീ പ്ലാസ്റ്റിക് ഒന്നുമില്ല, സാധാ ഒരു പ്ലാസ്റ്റിക് സ്നാക്ക് ബോക്സ്. പിന്നെ സ്നാക്സ് കൊടുത്തിടാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. നമുക്ക് ചോറൊന്നും കൊടുത്തിടുന്നില്ലല്ലോ ഇതിനകത്ത്. കാണാനും എളുപ്പത്തിൽ തുറക്കാനും പിന്നെ ലീക്കാൻ നോക്കേണ്ട ആവശ്യമില്ല, കാരണം സ്നാക്സ് അല്ലേ. നമ്മൾ മാക്സിമം ഇതിനകത്ത് ഫ്രൂട്ട്സും നട്ട്സുമാണ് കൊടുത്തുവിടുന്നത്. അതുകൊണ്ട് 3 റോ ഉള്ളതുകൊണ്ട് എളുപ്പമാണ് നട്ട്സ് കൊടുത്തു വിടാനൊക്കെ. അപ്പോൾ 3ലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവാതെ ഇരുന്നോളും. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ സ്റ്റീലാണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് തുറക്കാനും അടയ്ക്കാനും എളുപ്പമായതുകൊണ്ടും അവിടെ ആയയൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും തുറന്നു കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ തുറന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അവരെ സ്കൂളിൽ ജങ്ക് ഫുഡ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇത് ഫ്രൂട്ട്സും മറ്റേതാണ് കൊടുക്കുന്നത്. ചൂടായിട്ടുള്ളൊരു സാധനം ഇതിൽ വെക്കാൻ പറ്റില്ല, എങ്കിൽ പ്രശ്നമല്ലേ പ്ലാസ്റ്റിക്. ഇത് നെയിം സ്ലിപ്പാണ്. അവർക്ക് ഇത്തവണ നെയിം സ്ലിപ്പൊക്കെ ബുക്കിൽ ഒട്ടിച്ച് കവർ ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നെയിം സ്ലിപ്പ് വാങ്ങി. ഒന്നിൻ്റെ ആവശ്യമുള്ളൂ, എന്നാലും ഞാൻ 2 എണ്ണം വാങ്ങി. അതാകെ ചുളുങ്ങി, അവരെടുത്ത് പാക്ക് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അത് അത്രയും അവരിങ്ങനെ ചുളുക്കി വെച്ച് ആ കവറിൻ്റെ അകത്തിട്ട് പാക്ക് ചെയ്ത് തന്നു. 2 നെയിം സ്ലിപ്പുണ്ട്. പിന്നെ ഇത് അവളുടെ പൗച്ച്. ഇതൊക്കെ നമുക്ക് സ്കൂളിൽ അവർ പറഞ്ഞ കണക്കിനാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു പെൻസിൽ ബോക്സ് വേണം, അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ പെൻസിൽ, റബ്ബർ, കട്ടറെല്ലാം വെച്ച് കൊടുക്കണം. ഇതിനകത്ത് എക്സ്ട്രാ കട്ടർ ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ വേറെ വാങ്ങി വയ്ക്കേണ്ട. ഇത് കൊള്ളാം, നല്ലതാണ്. സ്കൂളിൽ തന്നെ അവർ വെച്ചിരിക്കുക, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊച്ചു ചീത്തയാക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇത് കുറച്ച് സ്റ്റാപ്ലറിൻ്റെ പിന്നാണ്. നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്യുമ്പോൾ ഇത് ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടി വാങ്ങിയത്. പിന്നെ ഹസ്ബൻഡിനും കുറച്ച് ആവശ്യമുണ്ട്, കടയിലൊക്കെ എന്തോ അവർ യൂസ് ചെയ്യുമെന്ന് തോന്നുന്നു ഇതൊക്കെ. ഇത് അവരുടെ ഗ്രിഡ് ലൈനിൻ്റെ ബുക്കാണ്. ഇതും സ്കൂളുകാർ പറഞ്ഞിട്ടുള്ളതാണ്. കോളമായിട്ടുള്ള ബുക്ക് വേണം മാത്സിന്. അതിനകത്താണ് ഓരോ നമ്പേഴ്സൊക്കെ എഴുതി പഠിപ്പിക്കാനുള്ളതെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോളം ബുക്കും ഒരു 4 ലൈൻ ബുക്കും. ഒരു 4 ലൈൻ ബുക്ക് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ 2 കോളം ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ വെച്ച് അവളെ വേണമെങ്കിൽ എഴുതിക്കാമല്ലോ. ഇവർ ബുക്സ് ഒന്നും വീട്ടിൽ തന്നു വിടില്ല, എല്ലാം ഫുള്ള് സ്കൂളിൽ വെച്ചിരിക്കും.
വീക്ക്ലി വൺസ് തന്നുവിടും. നമ്മൾ അതിലൊന്നും എഴുതാൻ പാടില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലൊന്നും ചെയ്യരുത്. കുട്ടി സ്കൂളിൽ നിന്ന് ചെയ്യുന്നത് തന്നെ എങ്കിലേ അവർക്കതൊന്ന് വാല്യുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കുട്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. വീട്ടിൽ വെച്ച് നമുക്കൊന്നും ചെയ്യാനോ ചെയ്യിക്കാനോ പാടില്ല. ഹോംവർക്കൊന്നുമില്ല അവർക്ക്. പിന്നെ അടുത്ത് കുറച്ച് കളേഴ്സാണ്, വാക്സ് ക്രയോൺ. വാക്സ് ക്രയോൺ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് വാങ്ങി അവരെ തന്നെ ഏൽപ്പിക്കണം, നമ്മൾ സ്കൂളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് 24 കളേഴ്സ് ഉള്ളൊരു വാക്സ് ക്രയോണാണ്. ഒന്ന് താഴെ പോയി. കുഞ്ഞ് ടൈപ്പാണ് ഇത്. ഇത് കഴിയുമ്പോൾ നമ്മളടുത്ത് അവർ പറയും. അപ്പം നമ്മൾ അടുത്ത സെറ്റ് വാങ്ങി ഏൽപ്പിച്ചാൽ മതി. അതെല്ലാം അവർ സ്കൂളിൽ തന്നെ വെച്ചിരിക്കും. ഇതൊക്കെ സ്കൂളിൽ നിന്ന് വീക്ക്ലി കൊടുത്തു വിടൂല. ബുക്സ് മാത്രം നമ്മൾ അവരെന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ബുക്സ് മാത്രം വീക്ക്ലി കൊടുത്തു വിടും. ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ് 2 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അവർക്ക് വീട്ടിൽ വെച്ച് വേണമെങ്കിൽ കളർ അടിക്കാമല്ലോ. പിന്നെ അടുത്ത് കുറച്ചല്ലാത്ത ഐറ്റംസ് ഉണ്ട്. ഇത് എറേസറാണ്. ഒരെണ്ണേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു പാക്കറ്റായിട്ട് വാങ്ങണം. എക്സ്ട്രാ വാങ്ങുകയാണെങ്കിൽ 1, 2 തരില്ല. ഒരെണ്ണം എക്സ്ട്രാ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കിട്ടി. ഇത് അരിപ്പയാണ്. അവിടെ ഉണ്ടായിരുന്ന അരിപ്പയാണ്. നമ്മൾ പോയത് മറ്റേ സാധാ ഒരു കടയാണ്. എന്നുവെച്ചാൽ ബുക്സ് മാത്രമുള്ള കടയല്ല, അല്ലാത്ത സാധനം എല്ലാം കിട്ടുന്ന കടയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ നെയിം സ്ലിപ്പ് 2 വാങ്ങി, അതിലൊരെണ്ണമാണ്. പിന്നെ ഇത് സ്റ്റാപ്പിളിൻ്റെ പിന്ന്. ഇത് ഈ സ്പൂണ് പ്ലാസ്റ്റിക് അല്ല, ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള സ്പൂണാണ്. കണ്ടപ്പോൾ കൊള്ളാം, നല്ല വിലക്കുറവിൽ കിട്ടിയതുകൊണ്ട് വാങ്ങി. ഫാക്ടറി സെയിൽ നടന്നൊരു കടയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ നല്ല വിലക്കുറവിൽ ഒരുപാട് സാധനം അവിടെ ഉണ്ട്. അതുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങി. ഇതാണെങ്കിൽ സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ. ഇതിൽ കുഞ്ഞു ഹോളും വലിയ ഹോളും ഉണ്ട്. നമുക്ക് ഇതിൽ കുഞ്ഞു ഹോളിലൂടെ സോൾട്ടും വലിയ ഹോളിലൂടെ പെപ്പറും തട്ടാം. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇതുപോലത്തെ 2 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സാണ്, സ്റ്റീലല്ല. അതിൻ്റെ സ്റ്റീൽ അടപ്പാണെങ്കിൽ അത് മെറ്റീരിയൽ ഗ്ലാസ്സാണ്, വീണാൽ പൊട്ടും. ഒന്ന് റെഡും ഒന്ന് പിങ്കുമാണ് വാങ്ങിയിട്ടുള്ളത്. 2നും 2 കളർ നോക്കി വാങ്ങിയതാണ്. തെറ്റുണ്ടല്ലോ, ഒന്നിൽ സോൾട്ട് ഇട്ടാൽ സൈഡിൽ കൂടെ കാണാം. എന്നാലും നമ്മൾ എപ്പോഴും അങ്ങനെ നോക്കിയിട്ടായിരിക്കുമല്ലോ ഇടുന്നത്. കളറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലാണ് അന്ന സാധനം, ഇതിൽ ഇന്ന സാധനമാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ കളറിലുള്ള സ്പൂണ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ പോകുമെന്ന് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല, യൂസ് ചെയ്തില്ല ഇതുവരെ. യൂസ് ചെയ്യണം, എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുമ്മാ യൂസ് ചെയ്തതിൻ്റെ കളർ പോയാലോ, ചുമ്മാ ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്താൽ നന്നായിട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതുവരെ ഇത് യൂസ് ചെയ്തില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ച് വാങ്ങിയത്. ശരി, പിന്നെ ബായ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക്സ്. ബൈ.